നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദ റിയൽ കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ ഒന്നടങ്കം പ്രതിഷേധം നടന്നത് നമ്മൾ ഓർത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഓർമ്മിക്കുന്നുണ്ടാകും. നമ്മുടെ കേരളത്തിൽ മതപരിവർത്തനമോ അത് കേരളത്തിന് പുറത്ത് എന്ന് പറയുന്ന പലരും കേട്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2 മലയാളി വിദ്യാർത്ഥികൾ, 22ഉം 23 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾ, അവർക്ക് ഡോക്ടറാകാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ അവർ ഉസ്ബെക്കിസ്ഥാനിൽ ഡോക്ടറാകാൻ പോവുകയാണ്. അവർ രണ്ടുപേരും മലയാളികളായതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ, നമുക്കറിയാം മറ്റൊരു രാജ്യത്താണ്, ഉസ്ബെക്കിസ്ഥാനിൽ പോകുമ്പോൾ മലയാളി ഉണ്ടല്ലോ, ആശ്വസിക്കാം എന്ന് പറഞ്ഞ് ആ അച്ഛനും അമ്മയും മകളെ അവിടെ സുരക്ഷിതമായി ഏൽപ്പിച്ച് തിരികെ വരികയാണ്. വന്ന് കുറച്ച് നാളുകൾക്ക് ഇപ്പുറത്തേക്ക് ആ വാർത്ത ആ മാതാപിതാക്കളെ തേടി എത്തുകയാണ്. ഇതേ സുഹൃത്ത്, ഇതേ മലയാളിയായ സുഹൃത്തിന്റെ ലാപ്ടോപ്പ് കൊണ്ടുള്ള അടികൊണ്ട് തലക്കേറ്റ ക്ഷതം കാരണം കുട്ടി മരിച്ചു എന്നുള്ളത്. ആ കുട്ടിയുടെ മൃതശരീരം ഏറ്റുവാങ്ങാനും നടന്നത് എന്താണെന്ന് അറിയാനും ഉസ്ബെക്കിസ്ഥാനിലെ കോളേജിലേക്ക് ചെന്ന ആ അച്ഛനമ്മമാർക്ക് അറിയേണ്ടി വന്നത് ഞെട്ടിപ്പിക്കുന്ന ചില സത്യാവസ്ഥകളാണ്. ഈ മലയാളികൾ എല്ലാവരും ഒരുമിച്ചാണ് താമസം, ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത്, ഇവരെല്ലാവരും ഒരേ ക്ലാസ് മുറിയിലായിരുന്നു എന്നുള്ളതാണ്. മതപരിവർത്തനം കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള സമ്മർദ്ദം ആ പെൺകുട്ടി അനുഭവിച്ചിരുന്നു എന്നാണ് അവിടെ ദൃക്സാക്ഷികളായിട്ടിരുന്ന പല കുട്ടികളും ഈ മാതാപിതാക്കളോടും ഒപ്പം അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരോടും പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി ആഴത്തിൽ ആ അച്ഛനമ്മമാർക്ക് അറിയില്ല. അറിയുന്ന കാര്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ: ആ യുവാവ് പെൺകുട്ടിയെ മതപരിവർത്തനത്തിനായി പലതരത്തിലാണ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം വന്ന വാർത്ത ലാപ്ടോപ്പിന്റെ ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്കടിച്ച് ആ തലയ്ക്ക് ഗുരുതരമായി ക്ഷതമേറ്റ് മരണപ്പെട്ടു എന്നാണ്. എന്നാൽ സത്യാവസ്ഥ അതല്ല. ഉച്ചന്തല മുതൽ ഉള്ളംകാല് വരെ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ, 22 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവില്ലാത്ത ഒരു ഭാഗം പോലും ഇല്ല എന്ന് വ്യക്തമാകുന്നു. തല്ലി ചതച്ചിരിക്കുന്നു. വളരെ ബ്രൂട്ടലായിട്ടാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യ റിപ്പോർട്ടിൽ ഈ വിവരങ്ങളൊന്നും തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിൽ ഇല്ല എന്ന വാസ്തവം ഉണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആ പെൺകുട്ടിയുടെ മൃതശരീരം ഈ മാതാപിതാക്കൾക്ക് കിട്ടുമ്പോൾ കേരളത്തിൽ പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ സഹപാഠിയായ യുവാവിന്റെ അതിക്രൂരമായ ആക്രമണത്തിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സവാരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ലാപ്ടോപ്പ് കൊണ്ട് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ അടിച്ചു കൊന്നതല്ല എന്ന് വ്യക്തമാകുന്നു. സവാരിയെ മതപരിവർത്തനം നടത്താൻ പ്രതി നിരന്തരം നിർബന്ധിച്ചിരുന്നു എന്നാണ് സഹപാഠികൾ വെളിപ്പെടുത്തുന്നത്. ഇതിന് പലരും ദൃക്സാക്ഷികളാണെന്നും സംഭവത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന് സഹപാഠികൾ കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. സവാരിയയുടെ കുടുംബം വ്യക്തമാക്കിയ കാര്യങ്ങളാണിത്. കൊല്ലപ്പെട്ട ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട്ട് സുപ്രഭ ഭവനിൽ ബസന്ത് മിനി ദമ്പതികളുടെ മകൾ സവാരിയ ബസന്തിന്റെ മൃതദേഹം അല്പസമയം മുൻപാണ് നാട്ടിലെത്തിച്ചത്. പ്രതിയായ മലപ്പുറം പെരിന്തൽമണ്ണ കാട്ടുപാറ എരുവന്ത് കിഴക്കേതൊടിയിൽ സദറുൽ ആനന്ദിനെ, 23 വയസ്സുകാരനായ സദറുൽ ആനന്ദിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുവരും ഈ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 4ാം വർഷ വിദ്യാർത്ഥികളാണ്. പെട്ടെന്നുണ്ടായ ഒരു കോപത്തിന് ലാപ്ടോപ്പ് കൊണ്ടടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന വാദം തെറ്റാണെന്നും വലിയ തോതിലുള്ള ദുരൂഹത സംഭവത്തിന് പിന്നിൽ ഉണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. വളരെ ക്രൂരമായാണ് സദറുൽ ആനം സവാരിയെ ആക്രമിച്ചത്. കാല് മുതൽ തല വരെ ക്രൂരമായ മർദ്ദനമേറ്റത്തിന്റെ ചതവുകൾ ഉണ്ടായിരുന്നു. ശരീരത്തിൽ മുറിവില്ലാത്ത ഭാഗമില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ തലക്കേറ്റ പരിക്കേറ്റിനെ കുറിച്ച് മാത്രമാണ് പരാമർശമുള്ളത്. ശരീരത്തിലെ മറ്റ് മർദ്ദനമേറ്റ പാടുകളെയും ചതവുകളെയും കുറിച്ച് റിപ്പോർട്ടിൽ വ്യക്തതയില്ല. വിശദമായ വിദേശ റിപ്പോർട്ട് ലഭിക്കാൻ 20 ദിവസം എടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ നാട്ടിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തി സത്യം പുറത്തു കൊണ്ടുവരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പ്രതികരണം കേൾക്കാം. കാലു മുതൽ തലവരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. അവിടെ ഇതിന് പോയ സമയത്തായിരുന്നു അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ചെക്കൻ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്.
കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്, അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ എംബസിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ആൾ വന്നിരുന്നു, അവരോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ എന്താ പറയുക അംബാസഡർ അവരും അറിഞ്ഞിട്ടുണ്ട് ഇത് എല്ലാ കാര്യങ്ങളും. അപ്പം ഇതൊക്കെയാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത്, ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിനറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ വളരെയേറെ ഉപദ്രവിച്ചിട്ടാണ് ഈ കുട്ടിയെ കൊന്നിട്ടുള്ളത്, മോളെ കൊന്നിട്ടുള്ളത്. അതായത് ദേഹത്ത് മുറിവ് വരാത്ത ഒരു ഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല ശരീരത്തിൽ, അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാൻ എന്താ കാരണം? ഈ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പോയിട്ട് നമുക്ക് ഇതിൻ്റെ കേസിൻ്റെതായ യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ല. പക്ഷേ എംബസിയിൽ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ ഒരുപാട് ഹെൽപ്പാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എംബസിയിൽ നിന്നാണെങ്കിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അവിടുന്ന് ഇത് കേസ് ബലമുള്ളതാണ്, 10 കൊല്ലം 15 കൊല്ലമൊക്കെ അവർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില പുറത്തുനിന്ന് അങ്ങനെ കേട്ടതാണ്, ചിലപ്പോൾ പെട്ടെന്ന് പോരാം അങ്ങനെയൊക്കെ ഒരു ഇത് വന്നത്. അങ്ങനെ വന്നാൽ ഒരു കാരണവശാലും ആ ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളതാണ് ഈ പയ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ചെക്കൻ്റെ ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. ചെക്കൻ്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിലെ ജീവനക്കാരാണെന്നാണ് കേട്ടെ. ചേട്ടനുള്ളത് ഡോക്ടറാണ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അവിടുന്ന് കിട്ടിയ ഫസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഹെഡ് ഇഞ്ചുറി കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് മാത്രമാണ് അവര് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ഈ ബ്രൂസ് മാർക്സും ബ്രൂട്ടലി അവളെ അടിച്ചേക്കുന്ന മാർക്സിന്റെ ഒന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി വരുന്ന ഡീറ്റെയിൽ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല. അതായത് ആ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ 20 ദിവസം കഴിയണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്, അവിടുത്തെ റിപ്പോർട്ട്. അതായത് നമുക്ക് ജസ്റ്റ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് തന്നിട്ടുള്ളത്. ബ്ലഡ് തലയിൽ കോട്ടായിട്ടാണ് എന്നുള്ളത്. ഇവരെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവർ ഈ ചെക്കനാണെങ്കിലും ഈ നമ്മളെ മോളാണെങ്കിലും എല്ലാവരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്, ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. കാരണം അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോടും ആ പിള്ളേർ പറഞ്ഞതായിട്ട് അവർ പറഞ്ഞ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഇത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ എല്ലാവരുടെ പേര് ഞങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവും, ക്യാമ്പസിലുണ്ടാവും. ചിലർ വരും, അപ്പോൾ ഹായ് ഏട്ടാ ഹായ് എല്ലാം പറഞ്ഞു പോകാറുണ്ട്. അതിൽ ഈ ചെക്കൻ്റെ മുഖം നമുക്ക് അത്ര കറക്റ്റ് ഓർമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതിന് മുന്നേ. അതിന് അവിടെ ചെന്ന് മറ്റു കുട്ടികൾ പറഞ്ഞു തന്നെ ഇവർ എല്ലാവരും ഫ്രണ്ട്സാണ് എന്നുള്ളത് മാത്രമാണ് മറ്റു കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു അറിവുള്ളൂ. അല്ലാണ്ട് വേറെ ഇതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. അതിപ്പോൾ അവിടുത്തെ ഒരു കുട്ടികൾ പറഞ്ഞിട്ട് ഉള്ള ഒരു അറിവാണ്. കൊച്ചിൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഒരു ചെറിയ എന്തോ ഇത് തട്ടിയത്, അപ്പോൾ ഈ ചെക്കൻ ഉപദ്രവിച്ചതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അവിടെ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വീട്ടുകാർക്ക് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവൊന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു കാരണം കോളേജ് അധികൃതർ വന്നു, അവർ ജസ്റ്റ് എല്ലാവരും വന്നു, ഒരു എന്താ പറയുക സങ്കടം ഇത് പറഞ്ഞു, അവർ പോയി എന്നല്ലാണ്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു സഹായങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് പേര്, അതാ ഞാൻ പറഞ്ഞത്, ഇക്കൊല്ലം 16,000 പേരോളാണ് അവരെടുത്ത് വെച്ചിട്ടുള്ളത്. ഇത്രയും പേർക്ക് താമസിക്കാനുള്ള റൂമില്ല. അത് തന്നെ ബാക്കിയുള്ളവരോടൊക്കെ ഹോസ്റ്റലിൽ വിട്ട് പുറത്ത് താമസിച്ചോളാനാണ് പറയുന്നത്. ഫസ്റ്റ് ഇയർ ആണ്. കൊച്ച് ഇന്ന് ഇവിടെ തിരിച്ച് വരേണ്ട ആളാണ്. ടിക്കറ്റ് റിസർവ് ചെയ്ത് വെച്ചേക്ക് ഇന്ന് വരാൻ വേണ്ടിയിട്ട്, അവധിക്ക് വേണ്ടിയിട്ട്. അതായത് ഇത് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ടിംഗ് ആണ്. എക്സാംസ് എൻട്രൻസ് എഴുതിയിട്ട് അവിടുത്തെ അന്വേഷണത്തിന്റെ ഗതി പറഞ്ഞാൽ അവർ നമ്മളോടൊന്നും അവർ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ മാത്രം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളും അപ്പോൾ പറഞ്ഞതും പിന്നെ ഫോട്ടോസ് കാണിച്ചു തന്നു കൊച്ചിൻ്റെ. അതിൽ ഇന്ന പോലെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത്, വളരെ ബ്രൂട്ടലായിട്ടാണ് ഉപദ്രവിച്ച് കൊന്നിട്ടുള്ളതെന്ന്
അവർ പ്രത്യേകം എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇയാൾ രക്ഷപ്പെടരുത്, അതിനൊരു ചാൻസും കൊടുക്കാൻ പാടില്ല എന്നാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. 16,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ബുഖാറ മെഡിക്കൽ സർവകലാശാലയുടെ ഹോസ്റ്റലിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നാണ് താമസിക്കുന്നതെന്നും കടുത്ത സുരക്ഷാ വീഴ്ചയുണ്ടെന്നുമാണ് വിവരം. കൊലപാതകത്തിന് പിന്നാലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കേസുമായി ശക്തമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് നിർധന കുടുംബത്തിന്റെ തീരുമാനം. പ്രതിയായ സദറുൽ ആനന്ദിന്റെ മാതാപിതാക്കൾ കേരള സർക്കാർ ജീവനക്കാരാണെന്നാണ് വിവരം. കൊലപാതകത്തിന് പിന്നാലെ മതപരിവർത്തന ശ്രമം ഉൾപ്പെടെയുള്ള ഘടകങ്ങളെക്കുറിച്ച് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ സഹപാഠിയുടെ അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സവാരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്കെതിരെ ഗുരുതര ആരോപണം തന്നെയാണ് പുറത്തുവരുന്നത്. 4 വർഷമായി മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥി ഒരുപക്ഷെ കഴിഞ്ഞ 4 വർഷമായി ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകാം. ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള മറ്റു രാജ്യത്ത് താമസിക്കുമ്പോൾ തന്റെ വീട്ടുകാരോട് താൻ അനുഭവിക്കുന്ന ഈ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്റെ പഠിത്തം പോലും നിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം, ഒരുപക്ഷെ ഭയന്നിട്ട് ആ മാതാപിതാക്കൾ ഒരുപക്ഷെ ജീവനാണ്, പഠിത്തമൊക്കെ മതി, നിന്റെ ജീവനാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറഞ്ഞ് കുട്ടിയെ ഒരുപക്ഷെ തിരിച്ചു വിളിച്ചാലോ എന്ന ഭയമായിരിക്കാം കുട്ടി ഇതൊന്നും തുറന്നു പറയാതിരുന്നത് എന്നാണ് പലരും പറയുന്നത്. ഏതായാലും ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള രാജ്യത്ത് ഈ പ്രതിക്ക് ശിക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്ന സംശയം തൽക്കാലം ഈ മാതാപിതാക്കൾക്കുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു റീപോസ്റ്റ്മോർട്ടം നടത്തി അയാൾ ഇനി ഭാവിയിൽ കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ പോലും അത്തരത്തിൽ ഇയാളെ ഒരു കൊലപാതകി തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള തരത്തിൽ ആ കൊലപാതകം എത്ര ആസൂത്രണമാണ്, എത്ര മൃഗീയമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് ഈ റീപോസ്റ്റ്മോർട്ടം നടത്തുന്നത് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള മതപരിവർത്തനങ്ങൾ ഇതിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. തീർച്ചയായിട്ടും കുട്ടികൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം മാനസിക പീഡനങ്ങൾ ഇല്ലാതെയാവുക തന്നെ വേണമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഈ പറയുന്ന പോലെ തന്നെ ആ ആൺകുട്ടിയും ഏതെങ്കിലും ഒരു ചതിയിൽപ്പെട്ടു പോയോ എന്നതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതോ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾ, അല്ലാതെ നമുക്കിടയിലുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. എന്തായാലും ഈ ഒരു വാർത്ത നമ്മൾ വിചാരിക്കാൻ പോകുന്ന നിസ്സാര വാർത്തയല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആ കുടുംബം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും, പരാതിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ പ്രതിയെ ഇവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. പലപ്പോഴും ഉദ്യോഗസ്ഥരോട് സംസാര സമയത്ത് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അതിക്രൂരമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള വ്യക്തമായ തെളിവുകളാണ് നിലവിൽ പുറത്തു വരുന്നത്.